ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റിൽ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് കറികളൊന്നും ഇല്ലാതെ നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ പലഹാരം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ടാണ് കട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ 1-2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വഴറ്റാതെയും ചെയ്തെടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2-3 ടീസ്പൂൺ അളവിൽ ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മളെ കയ്യിൽ കറിവേപ്പില മല്ലിയില എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിനി അപ്പത്തിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി തന്നെയാണ്. അപ്പോൾ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. 1/4 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് നിറച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേ അളവിൽ തന്നെ ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് പൊടിയായിരുന്നു ഫസ്റ്റ് ചേർത്തിട്ടുള്ളത്. ബാക്കി 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിവിടെ ബാറ്റർ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഒരു ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലതായിട്ട് തിക്കല്ല, എന്നാൽ നല്ലതായിട്ട് ലൂസും അല്ല. ആ ഒരു രീതിക്ക് വേണം നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. അതിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്കൊരു ഫ്ലേവറിനൊക്കെ ആവശ്യമായിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കരിഞ്ജീരകമാണെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുത്താലും നല്ലതാണ്. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ ജീരകവും കൂടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മളിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള അപ്പത്തിൻ്റെ ചട്ടിയിൽ ഇതുപോലെ കുറച്ചൊരു എണ്ണ ചേർത്തതിന് ശേഷം ചുട്ടെടുക്കാം. അല്ലെങ്കിൽ ദോശ ചട്ടിയിലാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തം ബാറ്റർ ഒന്ന് ഫില്ലായതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് എന്നോട് ആ ഒരു സ്റ്റെപ്പ് വിട്ടുപോയി, അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അതുകൊണ്ടാണ് ഇതേപോലെ ഒന്ന് പൊട്ടിപ്പോയതുപോലെ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടും കൂടി കുക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒരു ചെറിയ തേങ്ങ ചട്നി കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.